മേഴത്തൂർ മോസ്കോ റോഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ നിന്നും മലിനജലം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതായി ആരോപണം. മേഴത്തൂർ മോസ്കോ റോഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ നിന്നും മലിനജലം കിണറുകളിലേക്ക് ഒഴുകിയെത്തിയതായി ആരോപണം. വേനൽ ആരംഭത്തിൽ തന്നെ കുടിവെള്ളം മുട്ടി നാട്ടുകാർ ദുരിതത്തിൽ. നാഗലശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ട ചന്ദനപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ നിന്നുള്ള മലിനജലം ജനവാസ മേഖലയിലെ തോട്ടിലൂടെ ഒഴുക്കിവിട്ടതിനെ തുടർന്ന് 10ഓളം വീടുകളിലെ കിണറുകൾ മലിനമായി. മേഴത്തൂർ മോസ്കോ റോഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ കെട്ടിക്കിടന്നിരുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം താഴ്ഭാഗത്തേക്ക് ഒഴുക്കിവിട്ടത്. ഇതോടെ വീട്ടുകിണറുകളിൽ എണ്ണമയമുള്ള പാടയും വെടിമരുന്നിന്റെയും മറ്റ് രാസവസ്തുക്കളുടെയും രൂക്ഷഗന്ധവും അനുഭവപ്പെടുകയാണ്. ലാസ്റ്റ് 1.5 കൊല്ലമായിട്ട് കോടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് വീണ്ടും തുടങ്ങി. നമ്മുടെ വെള്ളമൊക്കെ ആകെ മലിനമായിരിക്കുന്നു. ഫുള്ള് പാട കെട്ടിയ പോലെയും കുടിക്കാനും ഒന്നിനും ഉപയോഗിക്കാനും ഓർത്തില്ല. ഫുള്ളൊരു കരിമരുന്ന് കെട്ടിയ പോലുള്ളൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. ആകെ വെള്ളം കുടിക്കാനും പറ്റില്ല, യൂസ് ചെയ്യാനും ഒന്നിനും പറ്റില്ല. എന്ന് മുതലായിരുന്നു ഇങ്ങനെ? ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. വെള്ളം ഉണ്ടായിരുന്നില്ല തീരെ കിണറ്റില്. ഇപ്പോൾ വെള്ളം അളവ് കൂടുകയും ചെയ്തു. പക്ഷേ കൂടിയിട്ടും ഉപയോഗിക്കാൻ തീരെ പറ്റുന്നില്ല. ഫുള്ള് പാട് കിട്ട പോലെ അവർ മോട്ടർ അടിച്ചിട്ട് പറ്റിക്കുകയാണ് കൂടിയിട്ട വെള്ളം. കഴിഞ്ഞ ദിവസമുണ്ടായ അപ്രതീക്ഷിത ജലപ്രവാഹത്തിന്റെ ആശങ്ക ഇപ്പോഴും കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചത്. ഇതിന്റെ മുന്നോടിയായി ക്വാറിയിൽ കെട്ടിക്കിടന്ന വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞതോടെ സമീപത്തെ പുരയിടങ്ങളിലേക്കും മലിനജലം കയറി. ഒപ്പം കിണറുകളിലേക്കും മലിനജലം എത്തി. വേനൽ തുടങ്ങിയ സമയത്ത് ജലനിരപ്പ് താഴ്ന്നു നിന്ന കിണറുകളിലെല്ലാം ഇപ്പോൾ മലിനജലം നിറഞ്ഞ് വെള്ളം ഉയർന്ന അവസ്ഥയാണ്. ചില കിണറുകളിൽ മലിനജലത്തിന്റെ പുതിയ നീരുറവകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങി. കോറിയത്തെ വെള്ളം വന്നിട്ട് കുടിവെള്ളം ആകെ മുട്ടിയിരിക്കുകയാണ്. 2-3 വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന്. അങ്ങനെ ആകെ കോറിയിൽ കിണറ്റിലാകെ പാട കെട്ടിയിട്ട് കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനുള്ള അവസ്ഥ അറിയാത്ത അവസ്ഥയാണ്. ഇതിന് മുന്നേ കോറിയിൽ നിന്ന് കല്ല് വന്ന് വീണിട്ട് എൻ്റെ വായും കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇതിനൊരു ഇതെടുക്കണം. എന്തായാലും കിണർ വെള്ളത്തിന് ദുർഗന്ധം ദുർഗന്ധമുണ്ട്. പാട കെട്ടിയിട്ടുണ്ട്. എന്ന് മുതൽ അങ്ങനെ തുടങ്ങി? ഇന്നലെ മുതലാണ് പാട കെട്ടിയിട്ട് കണ്ടത്. കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കോറിയിൽ നിന്ന് വേസ്റ്റ് വെള്ളം തുറന്നു വിട്ടത്. ഇന്നലെ മുതലാണ് വെള്ളം വന്നു തുടങ്ങിയത്. ശേഷമാണ് കിണറിൽ കണ്ടത്. ഭീതി വിതച്ച് ക്വാറി പ്രവർത്തനം വീണ്ടും തുടങ്ങിയത് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. മുൻപ് മൈനിങ്ങിനിടെ ഭീമൻ കല്ല് തെറിച്ചു വീണ് സമീപത്തെ വീടിന്റെ അടുക്കളയുടെ മുകൾ ഭാഗം തകർന്നിരുന്നു. വീട്ടമ്മയായ റഷീന സിദ്ദീഖ് അന്ന് തലനാരിഴയ്ക്കാണ് ജീവൻ നഷ്ടമാവാതെ രക്ഷപ്പെട്ടത്. ഈ സംഭവത്തെ തുടർന്നുള്ള പരാതികളിലാണ് ക്വാറി അടച്ചുപൂട്ടിയത്. എന്നാൽ നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കാതെ വീണ്ടും ക്വാറിക്ക് അനുമതി നൽകിയത് എങ്ങനെയെന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാർ സംഘടിതമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജിയോളജി വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ തുടങ്ങിയവർക്കെല്ലാം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കുടിവെള്ളം മുട്ടിച്ചും പാറ പൊട്ടിച്ചും ജീവന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഈ കോറിയിൽ ഈ വേസ്റ്റ് വെള്ളം വന്നിട്ട് കിണറുകളിൽ ഇപ്പോൾ എല്ലാം ഇവിടെ 4-5 കിണറായി നിറയുന്നു. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുടിക്കാൻ പറ്റുന്നില്ല. ആകെ വെള്ളമൊക്കെ മലിനായിട്ട് വെടിമരുന്നിൻ്റെ മണവും അത് ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. 1.5 കൊല്ലമായിട്ട് കോറി ഇതേമാതിരി കല്ല് വീണിട്ട് ഒരിക്കൽ നിർത്തി വെച്ചുള്ള കോറിയാണ്. ഇപ്പോൾ 2ാമത് ആരൊക്കെ അനുമതി കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് തുടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാക്കണം. അധികാരികളെ കണ്ണ് തുറപ്പിച്ചിട്ട് കൂടി ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അവിടെ മേലെ അവരുടെ കിണറ്റിലും വരുന്നുണ്ട്. അവരവിടെ സുഖമില്ലാതപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ശരി അവിടെ കിടക്കുന്നത്. അവർക്ക് ഇനി വെള്ളം കുടിക്കണമെങ്കിൽ എവിടുന്ന വെള്ളം കൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതൊന്ന് തീർത്തിട്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.